iOS 17.5 റിലീസായിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേറ്റ് ഐഫോൺ XRൽ വന്നിരിക്കുന്നത് 5.91 GB ഒരു ബീറ്റ വേർഷനിൽ നിന്ന് ഫൈനൽ വേർഷനിലേക്ക് പോയതുകൊണ്ടാണ് ഇത്രയും അപ്ഡേറ്റ് സൈസ് വന്നത്. നിങ്ങളുടെ അപ്ഡേറ്റ് സൈസ് ഡിവൈസിനെയും അതേപോലെ തന്നെ ഏത് വേർഷനിൽ നിന്നാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽഡ് നമ്പർ 21F79, മോഡം ഫേംവെയർ 6.00.00. ഇന്നത്തെ വീഡിയോയിൽ 17.5 എന്ന ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്ന ചേഞ്ചസിനെ പറ്റിയും ഫീച്ചേഴ്സിനെ പറ്റിയും ഈ ഒരു വീഡിയോ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ മറ്റു കുറേ വേർഷൻസും ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. iPadOS 17.5, WatchOS 10.5, macOS 14.5, tvOS, HomePadOS 17.5, iOS, iPadOS 16.7.8 ഇത്രയും അപ്ഡേറ്റും ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ആദ്യ 2 ചേഞ്ച് വന്നിരിക്കുന്നത് വിഡ്ജറ്റ് ആപ്പിനകത്താണ്. ആദ്യമേ വന്നിരിക്കുന്നത് പോഡ്കാസ്റ്റ് ആപ്പിൻ്റെ വിഡ്ജറ്റിലാണ്. ഇപ്പോൾ വയലറ്റ് കളറാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പോഡ്കാസ്റ്റ് അനുസരിച്ച് ആ ഒരു വിഡ്ജറ്റിൻ്റെ കളറിനും ചേഞ്ചസ് വരും. അടുത്ത ചേഞ്ച് വന്നിരിക്കുന്നത് വെതർ വിഡ്ജറ്റിലാണ്. വെതർ വിഡ്ജറ്റിൻ്റെ ടെക്സ്റ്റിന് ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ 2 ചേഞ്ചസ് ആണ് വിഡ്ജറ്റ് സെക്ഷനിൽ വന്നിരിക്കുന്നത്. അടുത്തൊരു UI ചേഞ്ച് വന്നിരിക്കുന്നത് സെറ്റിങ്സിനകത്താണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, താഴേക്ക് പോകാൻ നേരം പാസ് കീ ആക്സസ് ഫോർ വെബ് ബ്രൗസർ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ പുതിയൊരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഈ ഒരു ഐക്കൺ അവൈലബിൾ അല്ലായിരുന്നു, എന്നാൽ 17.5ൽ ഈ ഒരു ഐക്കൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ പുതിയ കുറേ വാൾപേപ്പേഴ്സ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. നേരത്തെ പ്രൈഡ് എന്ന സെക്ഷനിൽ 2 വാൾപേപ്പേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു, എന്നാൽ പുതിയതായി 5 വാൾപേപ്പേഴ്സ് പ്രൈഡ് എന്ന സെക്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന വാൾപേപ്പേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആഡ് ചെയ്യാൻ പറ്റും. നല്ല അട്രാക്റ്റീവ് ആനിമേഷൻസ് ഈ ഒരു വാൾപേപ്പറിൽ വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ആ ഒരു ആനിമേഷൻ ഷിഫ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഹോം സ്ക്രീനിലേക്ക് സ്വിച്ച് ചെയ്യാൻ നേരം ആ ഒരു ആനിമേഷന് വരുന്ന ചേഞ്ചസ് കാണാൻ പറ്റും. പിന്നീട് നമ്മൾ ലോക്ക് സ്ക്രീനിൽ വരുമ്പോഴും ലോക്ക് സ്ക്രീനിലെ വാൾപേപ്പറിനും ചേഞ്ചസ് വരുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനിലാണ്. ഇനി മുതൽ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആപ്സുകളെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതുവരെ നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും മറ്റ് തേർഡ് പാർട്ടി സ്റ്റോറിൽ നിന്നും മാത്രമേ ആപ്സുകളെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. എന്നാൽ ഇനി മുതൽ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഐഫോണിലേക്ക് ആപ്സുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിന് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ ക്രൈറ്റീരിയാസ് ഫില്ല് ചെയ്യുന്ന ഡെവലപ്പേഴ്സിൻ്റെ ആപ്സുകൾ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കൂ. ഈ ഒരു അപ്ഡേറ്റിൽ ന്യൂസ് ആപ്പിനകത്ത് കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമുക്കിനി മുതൽ ഡൗൺലോഡ്സ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പസിൽ ഗെയിംസ് വന്നിട്ടുണ്ട്. അത് ലീഡർ ബോർഡ് ഉണ്ട്. ഇങ്ങനെ കുറേ അപ്ഡേറ്റ് ന്യൂസ് ആപ്പിനകത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ആപ്പിനകത്ത് വന്നിരിക്കുന്ന എല്ലാ ചേഞ്ചസിനെ പറ്റിയും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 17.5 എന്ന അപ്ഡേറ്റിന് ശേഷം iPadOSലും ഇനി മുതൽ സൈഡ് ലോഡിംഗ് അവൈലബിൾ ആയിരിക്കും. ഇതുവരെ iOSന് മാത്രമേ ഈ ഒരു ഫീച്ചർ യൂറോപ്യൻ യൂണിയനിൽ കൊടുത്തിട്ടുള്ളായിരുന്നു. എന്നാൽ ഇനി മുതൽ iPadOSലും ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിരിക്കും. ഇനി മുതൽ എയർ ടാഗുകൾ മാത്രമല്ല, അൺനോൺ ആയിട്ടുള്ള തേർഡ് പാർട്ടി ട്രാക്കിംഗ് ഡിവൈസുകൾ നമ്മളെ ഫോളോ ചെയ്താലും അതിന് അലേർട്ട് വരും. ഇത് ഗൂഗിളും ആപ്പിളും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തൊരു ഫീച്ചറാണ്. ഇത്രയും ഫീച്ചേഴ്സാണ് 17.5 എന്ന ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പെർഫോമൻസിനെ ബാറ്ററി ലൈഫിനെ പറ്റി സംസാരിക്കാം. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് എൻ്റെ ഡിവൈസിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ചേഞ്ചസ് വന്നിട്ടില്ല, ചെറിയൊരു മൈനർ ചേഞ്ചസ് പെർഫോമൻസിൽ വന്നിട്ടുണ്ട്. ബാറ്ററി ലൈഫിൽ എനിക്ക് യാതൊരുവിധ ചേഞ്ചസും തോന്നിയിട്ടില്ല. നേരത്തെ കിട്ടുന്ന അതേ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എനിക്ക് ലഭിച്ചത്. നിങ്ങൾ ഈ അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഞാൻ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ട് എനിക്ക് യാതൊരുവിധ പ്രോബ്ലംസും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്ഡേറ്റ് ചെയ്യേണ്ട എന്ന് പറയാൻ വേണ്ടി ഇതുവരെ യാതൊരുവിധ റീസണും ഇല്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് 17.5 എന്ന ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി പറയാനുള്ളത്. ഇത്ര മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചാനൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.